ഈ കഴിഞ്ഞ ദിവസമാണ് ആം ആദ്മി പാർട്ടിയുടെ കൗൺസിലറും MLA സ്ഥാനാർത്ഥിയുമായിരുന്ന താഹിർ ഹുസൈൻ എന്ന വ്യക്തി, ഇയാൾ കുറ്റക്കാരനാണെന്നും ആയിരക്കണക്കിന് ഹൈന്ദവ സമൂഹത്തെ ഇല്ലാതാക്കാൻ വേണ്ടി പെട്രോൾ ബോംബും അനുബന്ധ ആയുധങ്ങളും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഇയാളുടെ വീട്ടിൽ തന്നെ, ഡൽഹിയിലെ പ്രധാനപ്പെട്ട ഭാഗത്തെ വീട്ടിൽ തന്നെ വീപ്പയ്ക്കുള്ളിൽ പെട്രോളൊക്കെ സൂക്ഷിച്ച് നിരവധി പേരെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഹൈന്ദവ ജനതയെ ഇല്ലാതാക്കാൻ, ആ പ്രദേശത്തെ ഹൈന്ദവ ജനതയെ ഇല്ലാതാക്കാൻ ഇയാൾ ശ്രമിച്ചു എന്നുള്ളത് ബഹുമാനപ്പെട്ട ഡൽഹി കോടതി കണ്ടെത്തിയത്, ഇയാളെ കുറ്റക്കാരനാക്കിയത്. അപ്പോൾ ഈ ആം ആദ്മി പാർട്ടി എന്നാൽ ഒരു തീവ്രവാദ പാർട്ടിയാണ്. കഴിഞ്ഞ ദിവസം ആം ആദ്മി പാർട്ടിക്ക് വിദേശത്ത് നിന്ന് ലഭിക്കുന്ന ചില സഹായങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ചില പിന്തുണകളെക്കുറിച്ചൊക്കെ തന്നെ തത്വമയി ന്യൂസ് അതിന്റെ വിശദാംശങ്ങൾ ഞങ്ങളുടെ എഡിറ്റർ ഇൻ ചീഫ് നൽകിയിരുന്നു. അപ്പോൾ ആം ആദ്മി പാർട്ടി പാവങ്ങളുടെ പാർട്ടിയാണ്, സാധാരണക്കാരന്റെ പാർട്ടിയാണ്, മേഹു ആം ആദ്മി എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് ഇത് ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ ഖലിസ്ഥാൻ തീവ്രവാദ ഗ്രൂപ്പുകൾ അടക്കം, കാരണം പഞ്ചാബിൽ ഇവരാണ് ഭരിക്കുന്നത്, പഞ്ചാബ് ഇവർ നേടിയപ്പോൾ ഇവർ ഉടനെ ഇന്ത്യ നേടും എന്നൊക്കെയാണ് പറഞ്ഞത്. ഹരിയാന ഉടനെ നേടും, ഉടനെ തന്നെ വീണ്ടും ഡൽഹി നേടും, പിന്നെ ഇന്ത്യ മുഴുവൻ ഇങ്ങനെ വ്യാപിക്കും, അതിനുള്ള ഗുജറാത്ത് ഉടനെ പിടിക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും ഇവർക്ക് ലഭിക്കുന്ന തീവ്രവാദ സഹായങ്ങൾ, പ്രത്യേകിച്ചും ഖലിസ്ഥാൻ തീവ്രവാദവുമായി ബന്ധപ്പെട്ട് പഞ്ചാബിൽ ലഭിക്കുന്ന സഹായങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ നേരത്തെ പുറത്തുണ്ടായിരുന്നു.